സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വേറെ ഒരു മൂന്നാമതൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൺചേഞ്ചിങ് റിലേഷൻസ് എന്നാണ് ഹെഡിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നത് ഓൾജിബ്രയാണ്. ഓൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്പേഴ്സിന് പകരം എക്സ് വൈ അങ്ങനത്തെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അൺചേഞ്ചിങ് റിലേഷൻസ് എന്നാണ് പേര് എന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഫസ്റ്റ്, മെഷേഴ്സ് ആൻഡ് റിലേഷൻസ്. മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവുകളാണ്, അവയുടെ റിലേഷൻസ് ബന്ധങ്ങൾ, അളവുകളും ബന്ധങ്ങളും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താ? വി ക്യാൻ ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. നമുക്ക് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരങ്ങൾ, വ്യത്യസ്ത അളവുകളിലുള്ള സമചതുരങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും, വരയ്ക്കാൻ കഴിയും. ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ചേഞ്ച് വിത്ത് ദ ലെങ്ത് ഓഫ് സൈഡ്സ്. അവയുടെ പെരിമീറ്റർ, ചുറ്റളവ്, 4 വശങ്ങളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പെരിമീറ്റർ. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സ്ക്വയറിൻ്റെ കേസിൽ ലെങ്ത് അല്ലെങ്കിൽ ഒരു വശത്തിൻ്റെ സ്ക്വയർ എടുക്കുന്നതാണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അതുപോലെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശം കൂടി കൂട്ടിയതാണ്. അപ്പോൾ ഒരു സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. അതുപോലെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയറും ആണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. എന്താണ് പറഞ്ഞത്? സ്ക്വയർ, വ്യത്യസ്ത സ്ക്വയറുകൾ നമ്മൾ നിർമ്മിക്കുകയാണ് വ്യത്യസ്ത സൈസിലുള്ള. അപ്പോൾ നമ്മൾ ജസ്റ്റ് എ എന്ന് പറയുന്ന ഒരു ലെറ്റർ അല്ല, നമ്പറാണത്. എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി നമ്പറാണ്. ഏത് നമ്പർ വേണമെങ്കിലും ആ എക്ക് പകരം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനെയാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. മലയാളത്തിൽ ബീജഗണിതം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എ എന്നുള്ള ഒരു ലെറ്ററാണ് ഒരു സൈഡായിട്ട് എടുക്കുന്നത് ഒരു സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 4a ആയിരിക്കും. 4 ഇൻറ്റു എ. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ഇൻറ്റു എ അഥവാ എ സ്ക്വയർ ആയിരിക്കും. നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ദ പെരിമീറ്റർ ഈസ് ഓൾവേസ് 4 ടൈംസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്. പെരിമീറ്ററിൻ്റെ പറഞ്ഞല്ലോ 4 ഇൻറ്റു എ എന്നാണ് പറഞ്ഞത്. ആൻഡ് ദ ഏരിയ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി ലെങ്ത് ഓഫ് ദ സൈഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ എ ഇൻറ്റു എ സ്ക്വയർ. ഓക്കെ, there are many such situations when even though the measures change. നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് മെഷേഴ്സ്, ഈ അളവുകൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രത്യേക റിലേഷൻസ് ഉണ്ടാവാറുണ്ട്. റിലേഷൻസ് ബിറ്റ്വീൻ ദം ഡു നോട്ട് ചേഞ്ച്. മാറാത്ത റിലേഷൻസ്, മാറാത്ത ബന്ധങ്ങൾ. അതാണ് ഹെഡിങ്, ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ എന്താണ്? അൺചേഞ്ചിങ് റിലേഷൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ മാറാത്ത ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. റിലേഷൻസ് ബിറ്റ്വീൻ ദം ഡു നോട്ട് ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ടേക്ക് സെവറൽ ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് അയൺ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന പല വസ്തുക്കൾ നമ്മൾ എടുത്തു. ദെയർ വോളിയം ആൻഡ് വെയ്റ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അവയുടെ വോളിയവും വെയ്റ്റും. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഒരു പെട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ആ 3 അളവുകളും കൂടി ചേർന്നതാണ്. പിന്നെ അതുപോലെ അവയുടെ വെയിറ്റ് നമുക്കറിയാം കിലോഗ്രാമിൽ പറയുന്നത്. അതൊക്കെ എന്താണ്? ആൻഡ് വെയിറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ദയർ വോളിയം ആൻഡ് വെയിറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ബട്ട് ഇഫ് വി ഡിവൈഡ് ദ വെയിറ്റ് ബൈ വോളിയം. അപ്പോൾ ഈ വെയിറ്റിനെ നമ്മൾ വെയിറ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വി ഗെറ്റ് ദ സെയിം നമ്പർ. എന്താണ്? 7. ഇവിടെ പറയുന്നത് 7.8. ദിസ് ഈസ് കാൾഡ് ദ ഡെൻസിറ്റി ഓഫ് അയൺ. അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇരുമ്പിൽ നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന ഇരുമ്പിൻ്റെ പാർട്ടിക്കിൾസിനെ വിളിക്കുന്നതാണ് എന്ത്? ഡെൻസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വോളിയത്തിനെ
വെയിറ്റ് കൊണ്ട് ഇഫ് വി ഡിവൈഡ് ദ വെയിറ്റ് ബൈ വോളിയം, അതായത് വെയിറ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.8 എന്നുള്ള ഒരു സംഖ്യ എല്ലായ്പ്പോഴും കിട്ടും. ഇരുമ്പ് കട്ട എത്ര വലുതായാലും എത്ര ചെറുതായാലും അതിൻ്റെ വെയിറ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7.8 എന്നുള്ള ഒരു നമ്പറാണ്. അത് ഇരുമ്പിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് ലഭിക്കുക. അത് ഓൾവേസ് സെയിം ആണ്. ഓക്കെ, അതാണ് അൺചേഞ്ചിങ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി ഇഫ് വി ഡു ദിസ് ഫോർ ഒബ്ജക്റ്റ് മെയ്ഡ് ഓഫ് കോപ്പർ, കോപ്പറിൻ്റെതും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഗിവ്സ് 8.9 എന്നൊരു നമ്പറാണ് കിട്ടുക. ഓൾവേസ് അത് സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതാണ് അതിനെ വിളിക്കുന്നതാണ് ഡെൻസിറ്റി ഓഫ് കോപ്പർ. മലയാളത്തിൽ പറയുന്നത് അതിൻ്റെ സാന്ദ്രത. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊള്ളാവുന്ന ഇരുമ്പ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ കോപ്പർ പാർട്ടിക്കിളിൻ്റെ അളവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ സച്ച് കോണ്ടെക്സ്റ്റ് ദ അൺചേഞ്ചിങ് റിലേഷൻസ് ബിറ്റ്വീൻ മെഷേഴ്സ് ഈസ് ഡിനോട്ടഡ് യൂസിങ് ലെറ്റേഴ്സ്. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ലെറ്റേഴ്സ് കൊണ്ടാണ് ഈ റിലേഷന് സൂചിപ്പിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. നോക്കൂ, എക്സാമ്പിളായിട്ട് ഇഫ് വി റൈറ്റ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ്, നമ്മളൊരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എഴുതുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുക? W കൊണ്ട് ഉപയോഗിക്കും. വെയിറ്റ് W കൊണ്ട്, വോളിയം എന്നുള്ളത് V കൊണ്ടും ഉപയോഗിക്കും. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ W ആൻഡ് വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ V. ഓക്കെ, അപ്പോൾ ഡബ്ല്യുവും വിയും എന്താണ്? ഇനി നിങ്ങൾ ഒരു കൺസെപ്റ്റ് ഇതിൽ മെയിനായിട്ട് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ എടുക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ. ഒരു ബക്കറ്റ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഉള്ളളവാണ്. എത്ര ലിറ്റർ വെള്ളം അതിൽ പോകും എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളളവ്. അതുപോലെ ഇരുമ്പിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസിനെയാണ് എന്ത് പറയുന്നത്? ഇരുമ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി എന്നുള്ളത് ചതുരത്തിലുള്ള വസ്തുക്കൾക്ക് മാത്രം ഉണ്ടാവുന്നല്ല, ഏത് റിജിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനും ഉണ്ടാകും. ഓക്കെ, പിന്നെ ഇവിടെ ആ ഒരു റിലേഷൻ എഴുതിയിട്ടുള്ളത് നോക്കൂ. ഇരുമ്പിൻ്റെ കേസിൽ 7.8 ഇൻറ്റു വി എന്നാണ് വെയിറ്റിനെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു വെയിറ്റിനെ എന്തുകൊണ്ട്, വോളിയത്തിനെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 7.8 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, വെയിറ്റ് ബൈ വോളിയം എന്ന് എഴുതി കഴിഞ്ഞാൽ W/V ഈസ് ഈക്വൽ ടു 7.8 എന്ന് കിട്ടും. അപ്പോൾ W മാത്രം ഒരു സൈഡിൽ നിർത്തിയാൽ താഴെയുള്ള ഡിവിഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറും. അപ്പോൾ 7.8 ഇൻറ്റു V എന്ന ഒരു അൺചേഞ്ചിങ് ഇക്വേഷൻ, ഒരു റിലേഷൻ നമുക്ക് ലഭിക്കും. ഓക്കെ, അതാണ് W ഈസ് ഈക്വൽ ടു 7.8 V കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് കോപ്പറിൻ്റെ കേസിലാണ്. കോപ്പറിൻ്റെ കേസിൽ നമ്മൾ കോപ്പറിൻ്റെ വെയിറ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് എല്ലായ്പ്പോഴും കിട്ടുന്ന ഒരു സംഖ്യ നമുക്ക് കിട്ടിയിരുന്നു. 8.9 ആയിരുന്നു അത്. അപ്പോൾ ആ കോപ്പറിൻ്റെ വെയിറ്റ് എന്തുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്? W/V ഈസ് ഈക്വൽ ടു 8.9 എന്ന് എഴുതാം. അതൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. അടിയിലെ V എന്നത്, ഡിവിഷൻ V എന്നത് RHSലേക്ക് പോകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ കോപ്പറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8.9 ഇൻറ്റു വോളിയം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നോക്കൂ, ജനറൽ ആയിട്ട് ഡെൻസിറ്റിയെ D എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഈ 8.9ഉം 7.8 ഒക്കെ ഞാൻ പറഞ്ഞു എന്തായിരുന്നു എന്ന്? ഡെൻസിറ്റി ആയിരുന്നു. അപ്പോൾ ആ D എന്ന ലെറ്റർ കൊണ്ട്, ഡെൻസിറ്റി D എന്ന ലെറ്റർ കൊണ്ട് ബൈ യൂസിങ് അവർ ആൾജിബ്ര we can write the relation weight is equal to density into volume. Density multiplication volume എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ W എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണ്. D എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. V എന്ന് പറയുന്നത് വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഏതാണോ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ ഒരു
വോളിയം ആണ് വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? വെയിറ്റ് ആണ് പറഞ്ഞത് ആദ്യം, പിന്നെ പറഞ്ഞത് വോളിയം ആണ്, പിന്നെ പറഞ്ഞത് ഡെൻസിറ്റി ആണ്. അപ്പോൾ ഈ വോളിയവും വെയിറ്റും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന W ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു വി. ഓക്കെ, W ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു വി എന്ന് പറയുന്ന ഈ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ വോളിയം എന്താണ്, വെയിറ്റ് എന്താണ്, ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഭാരം, ആ വസ്തുവിനെ ഭൂമിയിലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വസ്തുവിന് നമുക്ക് എല്ലാവർക്കും ഭാരമുള്ളതുപോലെ ഒരു ഇരുമ്പ് കട്ടക്കും ഒരു കോപ്പർ ബോളിനും ഒക്കെ വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതാണോ നമ്മളെടുത്ത ഒബ്ജക്റ്റ് അതിൻ്റെ ഭാരത്തിനെ ഇൻ കിലോഗ്രാംസിൽ നമ്മൾ പറയാറുണ്ട്. ആ ഭാരത്തിനെ പറയുന്നതാണ് വെയിറ്റ് എന്നുള്ളത്. ആ വെയിറ്റ് ആദ്യം പഠിച്ചു. പിന്നെ ആ വസ്തു ഉൾക്കൊള്ളാൻ, വസ്തു നിലനിൽക്കാൻ അല്ലെങ്കിൽ വസ്തു സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്? വോള്യം എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ചതുരക്കട്ടയായാൽ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അതിൻ്റെ വോളിയം വരിക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളളവ്, ഉള്ളിൽ വെള്ളം എടുക്കുന്ന ആ സ്ഥലത്തിനെയാണ് അതിൻ്റെ വോള്യം എന്ന് പറയുക. ഓക്കെ, മൂടിയുള്ള ബക്കറ്റിന്. പിന്നെ അതുപോലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ബൈ വോളിയം. അതിൻ്റെ ആ വസ്തുവിൻ്റെ വെയിറ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലഭിക്കുന്ന ഒരു സ്ഥിര സംഖ്യയാണ് ആ വസ്തുവിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടു. ഇരുമ്പിൻ്റെ കേസിൽ ഓൾവേസ് 7.8 ആയിരിക്കും. അത് എത്ര വലിയ ഇരുമ്പ് കട്ട എടുത്തിട്ട് അതിൻ്റെ വെയിറ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ലഭിക്കുക 7.8 ആയിരിക്കും. എത്ര ചെറുതെടുത്താലും അതിൻ്റെ വെയിറ്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 7.8 എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അതുപോലെ കോപ്പറിൻ്റെ കേസിൽ 8.9 ആയിരിക്കും. അത് ജനറൽ കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഡെൻസിറ്റി D ഈക്വൽ ടു വെയിറ്റ് ബൈ വി എന്ന് എഴുതാം. അതിൽ നിന്നും നമുക്ക് ഈ റിലേഷൻ കിട്ടും. W വെയിറ്റ് ഈക്വൽ ടു D ഇൻറ്റു വി. അടിയിലെ D മൾട്ടിപ്ലിക്കേഷൻ ആവും RHSലോട്ട് പോകുമ്പോൾ. ഓക്കെ, അതാണ് ഇത്രയുമാണ് നമ്മളെ ഫസ്റ്റ് റിലേഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിറ്റും ഡെൻസിറ്റിയും വോളിയവും തമ്മിലുള്ളത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. ദെൻ വോളിയം അതിൽ നിന്നും റീഅറേഞ്ച് ചെയ്ത് വെയിറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. വോളിയം അല്ല, വെയിറ്റ് ദാറ്റ് ഈസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വി എന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിലേഷൻ ആണ് W ഈസ് ഈക്വൽ ടു D ഇൻറ്റു വി എന്ന ഒരു റിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മളെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഓക്കെ, നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് 4A എന്നുള്ള റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്ക് പകരം ഇവിടെ 3 ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 × 3 ആണ്. എക്ക് പകരം 3 ആണ് എടുക്കുന്നത്. അപ്പോൾ 4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാവുന്നതാണ്, 12 ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഇവിടെ വാട്ട് അബൌട്ട് സ്ക്വയർ ഓഫ് സൈഡ്സ്? 5 സെൻറ്റിമീറ്റർ ആവുമ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ഇവിടെ 5 വരും. അപ്പോൾ കൂട്ടി നോക്കുക. 5 + 5 10, 10 + 5 15, 15 + 5 20, ദാറ്റ് ഈസ് 4 × 5. 4 × 5 20 ആണല്ലോ. അപ്പോൾ ആ റിലേഷൻ 4A എന്ന് നമുക്ക് എടുക്കാം. എക്ക് പകരം 5. ഓക്കെ, 20 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പെരിമീറ്ററിന് കിട്ടാവുന്നതാണ്. ഇനി ദ പെരിമീറ്റർ ഓഫ് എനി സ്ക്വയർ ഈസ് 4 times ദ ലെങ്ത് ഓഫ് ദി സൈഡ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന റിലേഷൻ എന്താണ്? പെരിമീറ്റർ P ഈസ് ഈക്വൽ ടു 4A എന്ന് എഴുതാൻ കഴിയും. ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ A എന്ന സൈഡ് എടുത്തപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൈഡിൻ്റെ ഷോർട്ടാക്കിയിട്ട് S എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്തായി മാറി?
ഞാൻ അത് മൈൻഡിൽ നിന്നും വെറുതെ ഒരു ലെറ്റർ പറഞ്ഞതായിരുന്നു. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിട്ടുള്ളത് എസ്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു എസ്. ഓക്കെ, അതാണ് പെരിമീറ്ററിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു, ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക, പി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എസ്. ഞാൻ നേരത്തെ എടുത്തിരുന്നത് എസ്സിന് പകരം ഒരു സൈഡ് എ ആയിട്ട് എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ എടുക്കാം. ആൾജിബ്രായിക് നമുക്ക് എസ്സിന് പകരം വേറെ ഏതെങ്കിലും പി അല്ലാത്ത വേറെ ഏതെങ്കിലും ലെറ്റർ എടുക്കാം. ഓക്കെ, എൽ എടുക്കാം. ഓക്കെ, അങ്ങനത്തെ ഏത് ലെറ്റർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? പെരിമീറ്റർ പി ഓഫ് എ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു 4s അല്ലെങ്കിൽ 4 ഇൻറ്റു എസ്. ഇൻറ്റു എന്നുള്ളത് നമുക്ക് ഇൻറ്റു മാർക്ക് ഒഴിവാക്കിയിട്ട് ചുരുക്കി എഴുതാം, 4s എന്ന് എഴുതാം. പ്ലസ് പക്ഷേ ഇതുപോലെ പറ്റില്ല, പ്ലസ് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഇനി റെക്റ്റാങ്കിളിൻ്റെ ഇത് നോക്കാം. വാട്ട് അബൌട്ട് എ റെക്റ്റാങ്കിൾ ഇൻസ്റ്റെഡ് ഓഫ് സ്ക്വയർ? റെക്റ്റാങ്കിളിൻ്റെ എന്താ വരിക? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആവൂല, ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒന്ന് ലെങ്ത്ത് 3 ആണെങ്കിൽ ബ്രെഡ്ത്ത് ചിലപ്പം 2 ആവും. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെത് നമുക്ക് അതിൻ്റെ റിലേഷന് വേറെ ഒന്നാണ്, അത് നോക്കാം. ഇഫ് വി ഡിനോട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ബൈ എൽ, ലെങ്ത് എന്തുകൊണ്ടെടുത്ത്? ലെങ്ത്തിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള എൽ കൊണ്ടെടുത്ത്. ബ്രെഡ്ത്ത് എന്തെടുത്തു? ബി എന്നെടുത്തു. അപ്പോൾ ഒരു സൈഡ് 2 സൈഡ് എൽ വരും. ഈ സൈഡ് ലെങ്ത് ആണെങ്കിൽ ഇതും അതേ ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ ബ്രെഡ്ത്ത് ആണെങ്കിൽ ഇതും ബ്രെഡ്ത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ 2 എല്ലും വരും, 2 ബിയും വരും. അത് കൂട്ടുക. അപ്പോൾ എന്ത് വരും? എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി എന്ന് വരും. അപ്പോൾ 2l 2b എന്ന് നമുക്ക് അതിൽ നിന്നും ലഭിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഹൗ ഡു വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആൻഡ് ഇറ്റ്സ് ഏരിയ യൂസിങ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി, അഥവാ എല്ലും 2l, ബിയും 2b. അപ്പം എന്ത് കിട്ടും? പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു 2l പ്ലസ് 2b. ആ 2a നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ലഭിക്കും? 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടായത് കൊണ്ട് പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് നമുക്ക് ഒരു റിലേഷൻ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വെച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള നമ്പർ റിലേഷൻസ്, മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ് തുടങ്ങിയവ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് പറഞ്ഞത് ഒന്നും കൂടി പറയുന്നു. ഡെൻസിറ്റി D ഈക്വൽ ടു W/V. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്. ഈ വെയിറ്റ് എന്താണ്, വോളിയം എന്താണ് എന്നൊന്നും കൂടി പറയുന്നു. വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാരം, അത് ഭൂമിയിൽ ആകർഷണ ബലം കൊണ്ടുണ്ടാകുന്ന ഭാരത്തെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കാൻ എടുക്കുന്ന സ്പേസ്, സ്ഥലം, വോളിയം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു റിലേഷൻ. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ സാന്ദ്രത എന്ന് പറയും. അപ്പോൾ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന പാർട്ടിക്കിൾസ്, ആ വസ്തുവിൻ്റെ പാർട്ടിക്കിൾസിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നിശ്ചിത സ്ഥലത്ത്, ഒരു യൂണിറ്റ് സ്ഥലത്ത്, ഉദാഹരണത്തിന് 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സമചതുര കട്ടയിൽ ഉൾക്കൊള്ളുന്ന പാർട്ടിക്കിൾസിനെ അതിൻ്റെ ഡെൻസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇരുമ്പ് കട്ട നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു അളവ്, ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ സാധാരണ ഡെൻസിറ്റി എന്ന് പറയാറുള്ളത്. അതാണ് നമുക്ക് നേരത്തെ കിട്ടിയ 7.8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ.